എത്ര മണിക്കൂർ ഒരു കാര്യം പറയാം, എടുക്കുന്ന കാര്യം പറയാം, നോട്ട് ചെയ്യട്ടെ, ഇതൊന്നും കാണരുത് കേട്ടോ. അയ്യോ അത് കാണൂടി, പാട്ട് വെക്കുന്ന എല്ലാം ഒട്ടിപ്പിടിച്ചതാന്ന് തോന്നുന്നു. എന്ത് പറയാൻ, നല്ലതായിരുന്നു, നല്ല വെയിലായിരുന്നു, ഞങ്ങൾ എന്തും സഹിക്കും. കഴിഞ്ഞ പ്രാവശ്യം പൊങ്കാലയിട്ട് സ്റ്റേറ്റ് ഇപ്രാവശ്യം പൊങ്കാലയിട്ടും അടുത്ത വീണ്ടും സ്റ്റേറ്റ് അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും അത് നല്ല സംഭവിക്കട്ടെ എല്ലാം കൊണ്ട്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് ശേഷമുള്ള അനുഭവം, അതിന് മുന്നേയുള്ള അനുഭവം എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല, ഒരു മാറ്റമില്ല അല്ലേ ചേച്ചി? അതുപോലെ തന്നെ നമുക്ക് ഒരു ഭാഗ്യം കൊണ്ട് കിട്ടുന്നതാണ് അതൊക്കെ. ഒരുപാട് ആഗ്രഹിച്ചതാണ് അല്ലേ ചേച്ചി? ഭയങ്കര സന്തോഷമാണ്. എന്നെക്കാളുപരി ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പറ അങ്ങോട്ട്, എന്തിനാ കാണിക്കുന്നേ? അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ആള് ഇത്ര വരെ എത്തിയത്. ഇതിൽ നിന്ന് വലിയ ഉയരങ്ങളിലെത്തട്ടെ. അങ്ങനെ അറിയുന്ന പ്രായം മുതൽ ഇടാൻ തുടങ്ങിയില്ല. അച്ഛനും അമ്മയും കൂടെ പോയി ഇടാൻ തുടങ്ങി. അപ്പം തന്നെ ഇടാൻ പഠിച്ചു. പുതിയ പ്രോജക്റ്റ് അല്ലോ? ഇല്ല, ഒന്നും ആയിട്ടില്ല. നല്ല നോക്കിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കല്യാണോ? തന്നെ എല്ലാരും ചോദിക്കാവോ കല്യാണത്തിന് അത്ര വലിയ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അനാവശ്യ ക്വസ്റ്റ്യൻ ചോദിച്ചാണ്ടല്ല, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞു, ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു ആഗ്രഹമുണ്ട്, ഒരാളിലും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നടക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്രാവശ്യം അങ്ങനെ കല്യാണത്തിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അതൊക്കെ ഒരു നിമിത്തമാണ്, നടക്കണമെങ്കിൽ നടക്കട്ടെ, അത്രയേ ഉള്ളൂ അല്ലേ ചേച്ചി? അതിനേക്കാളും വലുതുണ്ട്. ഈ പ്രായത്തിലല്ലേ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ കല്യാണം കഴിക്കാം. സമയമാകുമ്പോ അതൊക്കെ നടക്കും. പിന്നെ അതിനുള്ള നല്ലൊരു പയ്യനെ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. ചിരിക്കുന്നത് അതാണ് മനസ്സിലായി. ഇനിയാ അവിടെ ഇനി ഞാൻ മാത്രമല്ല, പിന്നെ ബിനീഷ് ബാസ്കി അതിന് ഓൾറെഡി ഉണ്ട് കേട്ടാ. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. സന്തോഷി പോട്ടെ അല്ലേ ചേച്ചി? നമ്മൾ എന്തിനാ കല്യാണം കഴിഞ്ഞാലും സന്തോഷമാണ്. പൊങ്കാലയ്ക്ക് എന്തൊക്കെയാ? പൊങ്കാലയ്ക്ക് ഇല്ല, അമ്മ ഇപ്രാവശ്യം വന്നില്ല. അമ്മയ്ക്ക് പൊങ്കാല ഇട്ടുകൂടാ. അമ്മയുടെ അച്ഛൻ മരിച്ചത് കൊണ്ട് ഒരു വർഷം ആയില്ല. അതുകൊണ്ട് ഞാൻ പൊങ്കാല മാത്രമേ ഇട്ടുള്ളൂ. വെറും വെള്ള ഞാൻ മാത്രം. ചേച്ചിക്ക് കുറെ ഇട്ടു. ഇനി അതിന് കൈയിട്ട് വാഴണം. തരില്ലേ? ഓക്കെ ബൈ.